What's up everyone? Welcome to my channel Trans Moto. സോ ഒബിയസ്ലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ മോട്ടേഴ്സ് ഒരു വെഹിക്കിൾസ് റിലേറ്റഡ് ഉള്ള ചാനലാണ്. സോ ഇന്ന് നമ്മൾ ഹെൽമെറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. എനിക്കറിയാം ഹെൽമെറ്റ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പ്രൊട്ടക്ഷന് വേണ്ടി റൈഡേഴ്സ് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡിന് ഒരു ഇഞ്ചുറിയും വരാണ്ട് നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻറ്റാണ്, ഒരു സേഫ്റ്റി ഗിയർ പോലെയാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ റീസൺസ് ഉണ്ട് ഒരു റൈഡർ ഒരു ഹെൽമെറ്റ് ഇടുമ്പോൾ. അതെന്താണെന്ന് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയാണ് ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഞാൻ ഒരു റൈഡിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ എൻ്റെ ഹെൽമെറ്റിലോട്ടൊന്ന് നോക്കി. അപ്പോൾ എൻ്റെ ഹെൽമെറ്റിലോട്ട് നോക്കിയപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്കുള്ളൂ, അപ്പോൾ എന്തുകൊണ്ട് ഷെയർ ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങളുടെ ആ ഹെൽമെറ്റിനുള്ള ഒരു എമോഷണൽ സൈഡും ആ ലോജിക്കൽ സൈഡും നിങ്ങളെ നിന്ന് കൊണ്ടുവരുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ സ്റ്റേ ട്യൂൺഡ്. നമുക്കങ്ങനെ വീഡിയോ തുടങ്ങാം. സോ ഇതാണ് കേട്ടോ നമ്മളുടെ ഹെൽമെറ്റ്. ഞാൻ ഈ 2 മാസം മുമ്പ് ഒരു അപ്പാച്ചി 164 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ ഹെൽമെറ്റാണ്. അപ്പോൾ ഞാൻ ബിഗിനറായിരുന്നു, എനിക്ക് ഹെൽമെറ്റ്സൊക്കെ എടുക്കാൻ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ആദ്യം ഏതെങ്കിലും ഒരു ഹെൽമെറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് എക്സാക്ട്ലി എന്താണ് ഒരു ഹെൽമെറ്റിൽ വേണ്ടാത്തതെന്ന് അപ്പോൾ മനസ്സിലാവും. സോ നമുക്ക് ടി വി എസിൽ നിന്ന് കിട്ടിയ ഹെൽമെറ്റ് തന്നെയാണ്. സോ ഇത് ബേസിക്കലി മാനുഫാക്ചർ ചെയ്തിരുന്നത് വെഗേഡാണ്. ഇത് റോങ് സൈസാണ്, ഇത് സംഭവം 2XL, പക്ഷേ എനിക്ക് മീഡിയം മതി. പക്ഷേ ഒരു ഡീഫോൾട്ടായിട്ട് എല്ലാവരും കൊടുക്കുന്നത് 2XL ടി വി എസ്സുകാർ. ഇത് വേഗയുടെ ഒരു എക്സ്പോർട്ട് ഹെൽമെറ്റ്സ് വന്നിട്ട് ടി വി എസിൻ്റെ ബ്രാൻഡിങ് വെച്ചിട്ട് ഇപ്പോൾ എല്ലാം വണ്ടികൾക്കും ടി വി എസിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടികൾക്കും വരുന്ന ഹെൽമെറ്റാണ്. അത്യാവശ്യം നല്ല സ്റ്റിക്കറൊക്കെ ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനിവിടെ ഹെൽമെറ്റിന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയല്ല ഈ വീഡിയോ തുടങ്ങിയാണ്. എനിക്ക് ഈ സ്ഥലം കിട്ടിയുള്ളൂ കേട്ടോ ഇവിടെ ഹെൽമെറ്റ് വയ്ക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോണ് കണ്ടോ, ഹെൽമെറ്റിൻ്റെ അവസ്ഥ കണ്ടോ, ഇതിൻ്റെ പുറത്തൊരു വലിയ കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഹെൽമെറ്റിൻ്റെ നമുക്ക് ഈ വീഡിയോനെ 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന്, നമുക്ക് ഇതിന് പ്യൂർലി ലോജിക് ബേസിൽ എന്തിനാണ് നമ്മൾ ഹെൽമെറ്റ് വയ്ക്കണമെന്ന് നോക്കാം, എന്തിനാണ് വെക്കേണ്ടതെന്നും പറയാം. പിന്നെ രണ്ടാമത് നമുക്ക് എമോഷണൽ സൈഡ് എക്സ്പ്ലോർ ചെയ്യാം. കാരണം എനിക്കറിയാം ഹെൽമെറ്റ് നമ്മൾ വെക്കുമ്പം കുറേ പേർക്ക് ഇതിൻ്റെ എമോഷണൽ ഒരു സൈഡും ഉണ്ട്. പക്ഷെ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ ഹറി പോലും ഉണ്ടാവില്ല അൺലെസ് ദേ വാച്ച് ദിസ് വീഡിയോ. സോ നമുക്ക് ഫസ്റ്റ് ലോജിക്കിലോട്ട് എടുക്കാം. ഫസ്റ്റ് ഓബ്വിയസ്ലി നമ്മളുടെ വണ്ടി പോകുമ്പോൾ ഏത് വണ്ടിയായാലും നമ്മളൊരു അടിപൊളി ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കൂളായി, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഐ ക്യാച്ച് ആയി റോഡിൽ. സോ അതൊരു റീസൺ, മെയിൻ റീസൺ അല്ല, ബട്ട് സ്റ്റിൽ യു ലുക്ക് കൂൾ ദ മൊമെൻറ്റ് യു വെയർ എ ഹെൽമെറ്റ്. നോ മാറ്റർ ഏത് ബൈക്കാണെങ്കിലും ഏത് സ്കൂട്ടി ആണെങ്കിലും ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കൂളായി. സോ ഇനി രണ്ടാമത്തെ റീസൺ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് സേഫ്റ്റിയാണ്. ഈ ഇങ്ങനത്തെ ഇന്ത്യൻ റോഡ്സിൽ കുറേ ബോധമില്ലാത്ത ആൾക്കാരുണ്ട്. സോ അവരിൽ നിന്ന് രക്ഷപ്പെടാനോ അറ്റ്ലീസ്റ്റ് നമ്മൾ തന്നെ സേഫ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഏതൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പേടിക്കുമ്പോൾ ഹെഡിന് എന്തെങ്കിലും ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ഫെർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുള്ളൂ. സോ അതിനാണ് ഈ പ്ലാസ്റ്റിക് സാധനം ഷെല്ലായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഇടണേ തലയിൽ. അതാണ് ലോജിക്കലി നമ്മൾ സെക്കൻഡ് റീസൺ, സേഫ്റ്റി. ഇനി ഈ സേഫ്റ്റിയിൽ പല കാറ്റഗറീസ് വരുന്നുണ്ട്. ഇനി അതിൽ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിലാണ് റൈഡ് ചെയ്യുന്ന കാരണം എയറിൽ കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ വണ്ടി ഏത് സ്പീഡിൽ ഓടിക്കുകയാണെങ്കിലും ഈ വൈസർ ഉണ്ടോ, ഈ വൈസറിനെ നമ്മൾ താഴ്ത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാവരും, ഞാൻ മിക്ക റോഡിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരും വൈസർ അടയ്ക്കാണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഹെൽമെറ്റ് വയ്ക്കുന്നുണ്ട്, ഗുഡ്, ഓൾ ഗുഡ്. വൈസർ വയ്ക്കാനില്ല, സ്റ്റിൽ ഫൈൻ. ബട്ട് സ്റ്റിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ വൈസർ പ്രത്യേകിച്ച് ഈ ഒരു എറയിൽ നമ്മൾ വൈസർ വയ്ക്കാണ്ട് ഓടിക്കായിരുന്നു. ഇപ്പോൾ സ്പെഷ്യലി കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അത് കേരള ആയിക്കോട്ടെ ഏത് സ്റ്റേറ്റിലായിക്കോട്ടെ, ഇപ്പോൾ കുറേ മാനുഫാക്ചറിങ് ഇതൊക്കെ നടക്കുന്ന കാരണം കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഇവിടുത്തെ മരങ്ങളുടെ കുറേ സാധനങ്ങളും കുറേ പ്രാണികളും ഉണ്ടാവും. സോ നിങ്ങളൊരു ബേസിക്കലി ഒരു അത്യാവശ്യം സ്പീഡ് പോകുമ്പോൾ ഈ സാധനം വെച്ചില്ലെങ്കിൽ പ്രശ്നം എന്താ പറയുക, ഈ സാധനം വെച്ചില്ലെങ്കിൽ അതെന്തോ ആയിക്കോട്ടെ, ആദ്യം നിങ്ങളുടെ കോണ്ടാക്റ്റായിട്ട് വരുന്നത്
ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ മൂക്കത്തായിരിക്കും, നിങ്ങളുടെ കണ്ണുമായിരിക്കും, നിങ്ങളുടെ വായിലായിരിക്കും. മൂക്കും വായും പോട്ടെ, പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഇത് പോയി കണ്ണുമ്മ കൊണ്ടാൽ ഏതെങ്കിലും പ്രാണിയോ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് കണ്ണുമ്മ കൊണ്ടു കഴിഞ്ഞാൽ, വൺസ് നിങ്ങൾ അതിനായിട്ട് കോണ്ടാക്റ്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ സംഭവം. അത് ഇറിറ്റേഷനാവും. പിന്നെ ചിലപ്പോൾ നമ്മളുടെ കോർണിയൊക്കെ ഡാമേജ് ചെയ്യുന്ന വരാം, ലെൻസിന് എന്തെങ്കിലും പറ്റിയെന്ന് വരാം. അതുപോലെ തന്നെ ആ ഒരു ഡിസ്ട്രാക്ഷൻ കാരണം ചിലപ്പോൾ അതേ മൂമെൻറ്റിൽ ആക്സിഡൻറ്റ് നടന്നു എന്ന് വരാം. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈച്ച സിനിമയിൽ, ഈ ഈച്ച വന്നിട്ട് ഡ്രൈവറിൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ കോണ്ടാക്റ്റ് ഇട്ട് പോയിട്ട് ആൾ ഫുൾ കാർ തന്നെ മറന്നിട്ട് നേരെ മേടിക്കുന്ന ഒരു ട്രക്കിനാണ്. സോ അങ്ങനത്തെ ഒരു ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് മൂന്നാമത്തെ ഒരു സബ് റീസൺ. അതാണ് നിങ്ങൾ ഈ ഹെൽമെറ്റിൽ കാണുന്ന ഈ സ്ക്രാച്ചും ഈ ഷെല്ലിൻ്റെ ഒരു അപ്പർ ലെയർ ചെറുതായിട്ട് പോകണത്. ഇതെന്താ സംഭവം എന്നറിയാം? ഞാൻ ഹൈവേയിൽ ഒരു 80-85 കിലോമീറ്ററിൽ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ട്രക്ക് പോകണ്ടായി. സംതിങ് ആ ട്രക്ക് എബോവ് 100 ആയിരുന്നു പോകേണ്ടത്. പക്ഷേ ഈ ട്രക്കിൻ്റെ ബാക്കിൽ കുറച്ച് സാധനങ്ങളുണ്ട്, എല്ലാം മെറ്റൽ സ്ക്രാപ്സ് ആയിരുന്നു. അപ്പോൾ അറിയാണ്ട് ഈ ട്രക്കിൻ്റെ ആൾ ഡോർ അടച്ചിട്ടുണ്ടായി ബാക്കിലത്തെ ലോഡ് കയറ്റുന്ന സ്ഥലത്ത്. പക്ഷെ സ്റ്റിൽ അത്ര സ്പീഡിലും ട്രക്കിന് വൈബ്രേഷൻസ് കൂടുതലായാലും ആ ഡോർ ചെറുതായിട്ടൊന്ന് ലൂസായി തുറന്നു. അപ്പോൾ ഈ സ്ക്രാപ്പൊക്കെ ഞാൻ വളരെ ബാക്കിലായിരുന്നു ട്രക്കിൻ്റെ, ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു 50 മീറ്റർ. പക്ഷെ എന്താ സംഭവം വെച്ചാൽ ഈ മെറ്റൽ സ്ക്രാപ്സൊക്കെ 100 കിലോമീറ്ററിൻ്റെ മുകളിൽ നിന്നുള്ള വണ്ടിയിൽ നിന്ന് ആണ് പുറത്തേക്ക് വരണേ. അപ്പോൾ അതിൻ്റെ സ്പീഡും ഏകദേശം സിമിലർ ആയിരിക്കും. അപ്പോൾ ഫിസിക്സ് അറിയുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് ഒരു 100 കിലോമീറ്റർ, അതായത് ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് നല്ല ഫാസ്റ്റ് മൂവിങ് ഓബ്ജക്റ്റിൻ്റെ പുറത്തുനിന്ന് ഒരു ഓബ്ജക്റ്റ് പുറത്തേക്ക് വരുമ്പോൾ ആ ഓബ്ജക്റ്റും ആ സ്പീഡിൽ നിന്ന് സ്റ്റാർട്ടാണ്. അപ്പോൾ ഓബിയസ്ലി അത് വന്നു എൻ്റെ മേത്ത് തന്നെ കൊണ്ടു. പുറകിൽ കുറച്ച് പേർക്കും കൂടി കൊണ്ടുണ്ടായി, പക്ഷേ എനിക്കാണ് കൂടുതൽ ഡാമേജ് വന്നത്. പക്ഷേ ആ സമയത്തുണ്ടല്ലോ ഞാൻ ഒന്ന് നെട്ടി. പക്ഷേ വൈസറുള്ള കാരണം ഫുൾ ഡാമേജ് എടുത്ത് വൈസറാണ്. ശരിക്കും ഇത് കറക്റ്റ് വരുന്നത് ഐയുടെ അവിടെ ഈ കോണ്ടാക്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. പക്ഷെ വൈസറുള്ള കാരണം നല്ല സ്ക്രാച്ചാണ്. ഇവിടുത്തെ ഇതൊക്കെ ഊരിപ്പോയി, ബാക്കിലത്തെ മറ്റേ ഷെല്ല് കണ്ടുവാണെങ്കിൽ അപ്പോൾ ഈ ഇമ്പാക്റ്റ് എടുത്തത് ഈ വൈസറാണ്. സോ അതാണ് ഈ പറയണ കാരണം. അന്ന് ഞാൻ ആ വൈസർ ഇട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ അറ്റ്ലീസ്റ്റ് ഫേസിന് എന്തെങ്കിലും ഒരു നല്ല സീരിയസ് ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരു സബ് റീസൺ. പിന്നെ വരുന്നത്, നമ്മൾ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഭയങ്കര കുറവായിരിക്കും. നമ്മുടെ ഫീൽഡ് ഓഫ് വിഷൻ കുറയും ഓബിയസ്ലി, ബട്ട് ഡിസ്ട്രാക്ഷൻസ് വളരെ കുറവായിരിക്കും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഈ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വ്യൂ. ഞാൻ കാണിച്ചു തരാം. സോ അത് ഗൈസ്, ഞാനിപ്പോൾ എൻ്റെ ഫോൺ ക്യാമറ ഒന്ന് ഹെൽമെറ്റിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് പേഴ്സ്പെക്റ്റീവ് കാണിക്കുകയാണ്. സോ നമ്മൾ ഹെൽമെറ്റിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇതായിരിക്കും നമ്മളുടെ റൈഡിങ് പേഴ്സ്പെക്റ്റീവ്. അതായത് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ആംഗിൾ ഓഫ് വിഷൻ ഇതൊക്കെ ആയിരിക്കും. പക്ഷേ ഇതായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുക റോട്ടിൽ ശ്രദ്ധിക്കാനും. അതുപോലെ തന്നെ എക്സാക്ട്ലി ഇതിങ്ങനെ റോട്ടിൽ ശ്രദ്ധിക്കാനും ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഈവൻ ദോ നമ്മളുടെ ആംഗിൾ ഓഫ് വിഷൻ കോംപ്രമൈസ് ആവുന്നുണ്ടെങ്കിലും നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ഒരു റോഡ് പോകുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അധികം ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ആവാണ്ടിരിക്കാൻ ഈ ഹെൽമെറ്റ് ഫസ്റ്റ് പോയിൻ്റ് നമ്മളുടെ കവർ ചെയ്യാൻ കൂടിയാണ്. ഫുൾ ഫേസ് ഹെൽമെറ്റിൽ എപ്പോഴും ഫുൾ കവർ ഉണ്ടാവും, അതൊരു പോയിൻ്റാണ്. ബട്ട് അതേ സെയിം സേഫ്റ്റി ഫീച്ചർ ഇതിനും സെർവ് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്ത് കീപ്പ് ചെയ്യാൻ, അതായത് ഫ്രണ്ടിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ആണ് ഈ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് വിഷൻ മോസ്റ്റ് ഓഫ് ദ ഹെൽമെറ്റ്സിൽ വരുന്നത്, അറ്റ്ലീസ്റ്റ് ഫുൾ ഫേസിൽ. സോ അതാണ് വേറൊരു സബ് റീസൺ. അതുപോലെ തന്നെ നമ്മൾ ഒരു റീസണും കൂടി പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഹെൽമെറ്റ് വെക്കാണ്ട് പോകുമ്പോൾ ഒരു മെയിൻ ഫാക്ടർ അവിടെ നമ്മളെ തടയുന്നത് വിൻഡ് ടർബുലൻസും വിൻഡ് റെസിസ്റ്റൻസാണ്. സോ ഹെൽമെറ്റ്സ് അതും കൂടി ടാക്കിൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ ഹെൽമെറ്റ് വെച്ച്, ഇപ്പോൾ സപ്പോസ് ഞാൻ കൂടുതൽ ഹൈവേയിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, അറ്റ്ലീസ്റ്റ് അബവ് 60-70 സ്പീഡ്സിൽ വിൻഡ് ടർബുലൻസൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. ലൈക്ക് ലിറ്ററലി നമുക്ക് നമ്മളുടെ വണ്ടിയുടെ സൗണ്ടും വണ്ടികളുടെ സൗണ്ടിനേക്കാളും കൂടുതലായിരിക്കും നമ്മളുടെ ആ വിൻഡ് ടർബുലൻസ് കാരണം വരുന്ന ഇയേഴ്സിൽ റിങ്ങിങ് ചെയ്യുന്ന സൗണ്ട് കൂടുതലായിരിക്കും. സോ അതാരും നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കില്ല. നമുക്ക് ആ വിൻഡിൽ നിന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത്
നമ്മൾ ഫ്രണ്ടിൽ ശ്രദ്ധിച്ചിരിക്കാൻ നോക്കും, പക്ഷെ ശ്രദ്ധിക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് അത്ര സ്ട്രോങ് ആയിട്ട് ആ ഒരു സ്പീഡ് കണ്ടീഷൻസിൽ നമുക്ക് ചിന്തിക്കാനും ആക്ട് ചെയ്യാൻ പറ്റില്ല ഇൻ കേസ് എന്തെങ്കിലും നടന്നതിനെ. സോ അതും കൂടി ഒരു റീസണാണ് നമ്മൾ ഹെൽമെറ്റ്സ് എപ്പോഴും വെക്കാൻ പറയണത്. അതുപോലെ തന്നെ നമ്മളുടെ ഇയേഴ്സിന് കൂടുതൽ പ്രശ്നം വരാണ്ടിരിക്കും. കാരണം ലോങ് ടേമിൽ നമ്മളെപ്പോഴും ഈ വിൻഡ് ടർബുലൻസ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഇയർ ഡ്രമ്മിനെ ഡാമേജ് ചെയ്തൊരു റിംഗ് നോയ്സ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. ഫസ്റ്റിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ലോങ് ടേമിൽ അത് ഭയങ്കര ഇയർ ഇൻബാലൻസ് ക്രിയേറ്റ് ചെയ്ത് ഹിയറിംഗ് പ്രോബ്ലംസ് വരും. അതാണ് റൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇയർ പ്ലഗ്സ് വയ്ക്കാൻ പറയണത്. സോ ഇയർ പ്ലഗ്സ് ഭയങ്കര ചീപ്പാണ്, 100 രൂപയ്ക്ക് 4 പീസൊക്കെ കിട്ടും. സോ അത് ജസ്റ്റ് വെച്ചാൽ മതി. ഇത് സൗണ്ട് കട്ട് ഓഫ് ചെയ്യില്ല. ഇത് ആ വിൻഡ് ടർബുലൻസ് എന്ന് പറഞ്ഞാൽ ഡെസിബിൾസ് ഉണ്ടോ സൗണ്ടിൻ്റെ, അതിനെ കുറയ്ക്കും. അതിനെ ഒബ്സർവ് ചെയ്ത് ആ ഒരു ഡെസിബിൾ ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ ചെവിയിൽ. സോ അതാണ്. പിന്നെ നല്ലൊരു ഹെൽമെറ്റ് വാങ്ങുകയാണെങ്കിൽ ഓൾറെഡി അറ്റ്ലീസ്റ്റ് ഫുൾ കവേർഡ് നല്ല കോമ്പാക്റ്റ് ഹെൽമെറ്റ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ സൈസൊക്കെ ഇട്ട് വാങ്ങുകയാണെങ്കിൽ അവിടെയും വിൻഡ് നോയ്സ് ഭയങ്കരമായിട്ട് കുറയും. സോ അതാണ് വൺ ഓഫ് ദ ലാസ്റ്റ് ലോജിക്കൽ റീസൺസ് വൈ യു ഷുഡ് പുട്ട് ഹെൽമെറ്റ്. പിന്നെ ഒരു റീസണും കൂടി ഉണ്ട്. നമ്മളെല്ലാവരും ഹെൽമെറ്റ് വെക്കും ചലാൻ കിട്ടാണ്ടിരിക്കാൻ വേണ്ടി, ഫൈൻ കിട്ടാൻ വേണ്ടി. അതിന് വേണ്ടിയാണ് ഞാനൊക്കെ വെച്ചോണെങ്കിൽ. പക്ഷേ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഹെൽമെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. സോ അതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഹെൽമെറ്റ് വെച്ചാൽ. അതാണ് എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് ഹെൽമെറ്റ് വെച്ച് തുടങ്ങാനും. സോ ഞാൻ ചലാന് വരെ ഇതുവരെ അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് ഹെൽമെറ്റ് വെച്ചിട്ടില്ല. എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ ഹെൽമെറ്റിൻ്റെ വില എനിക്ക് മനസ്സിലായി. സോ അങ്ങനെയാണ് ഞാൻ വെച്ച് തുടങ്ങിയത്. സോ അതൊക്കെയാണ് ലോജിക്കൽ റീസൺസ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പ്രത്യേകിച്ച് ചിലവർക്ക് കുറച്ച് വിൻഡ് ടർബുലൻസാണ് അറിയാതിരിക്കും. പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന റീസൺസാണ്. ചലാൻ എസ്പെഷ്യലി. ചലാൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എത്ര പേര് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ചലാനിന് വേണ്ടി മാത്രം, ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യും. പക്ഷെ അത് മാറണം. ഓക്കെ, ഇതൊക്കെയാണ് ലോജിക്കൽ ഇഷ്യൂസ്. ഇനി ഈ സെക്കൻഡ് പാർട്ടാണ് നിങ്ങൾ കൂടുതൽ എമോഷണലി ടച്ച് ചെയ്യാൻ പോകണം. ദ ഇമോഷണൽ റീസൺ വൈ യു വെയർ എ ഹെൽമെറ്റ്. സോ നമുക്ക് ആ പാർട്ടിലോട്ട് പോവാം. ഇനി ഹെൽമെറ്റ് വയ്ക്കാനുള്ള ഇമോഷണൽ റീസൺസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ പേഴ്സണലി ഇപ്പോൾ 3 മാസം വണ്ടി വാങ്ങിച്ചിട്ട്, അപ്പോൾ ഞാൻ ആദ്യം ഹെൽമെറ്റ് വെച്ചപ്പോൾ ഭയങ്കര അൺകംഫർട്ടബിൾനെസ് ഫീൽ ചെയ്തത്. ബട്ട് സേഫ്റ്റി ഒന്ന് ഉണ്ട്, മനസ്സിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഹെൽമെറ്റ് വയ്ക്കാണ്ട് വണ്ടിയിൽ കയറുമ്പോൾ ഭയങ്കര ഒരു വിയേർഡ് ഫീലിംഗാണ്. അത് സേഫ്റ്റി പോലെയല്ല ഫസ്റ്റ് റീസൺ തോട്ടിൽ വരുന്നത്. ഫസ്റ്റ് റീസൺ വരുന്നത് ഒരു വിയേർഡ്നെസ്സാണ്. അയ്യോ, ഒരു പ്രൊട്ടക്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ആ ഒരു വണ്ടിയുടെ ഒരു കംപ്ലീറ്റ്നെസ് തോന്നിക്കാൻ ഹെൽമെറ്റ് ഇല്ലല്ലോ. അതല്ലേ ഒരു ഫീലിംഗ്, ഒരു കിങ് അവൻ്റെ ക്രൗൺ മിസ് ചെയ്യണ പോലെ ആ ഒരു ഫീലിംഗാണ് വരുന്നത്. സോ ഇമോഷണൽ റീസണിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരികയാണെങ്കിൽ, നമ്മൾ ഒരു ദിവസത്തിൽ ഫീൽ ചെയ്യുന്നത് നമ്മൾ വണ്ടിയിലുള്ളപ്പോൾ നമ്മുടെ അത് വണ്ടിയിൽ കയറുന്ന മുമ്പും നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ മറക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കൂടുതലൊന്ന് വൈഡായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ വണ്ടി കയറി ചിന്തിച്ച് തുടങ്ങും. അതൊക്കെ നമ്മൾ ആരോടത്തും പറയുന്നതല്ല, ആരോടത്തും പറയൂല്ല. പക്ഷേ ഈ ഹെൽമെറ്റ് അതൊക്കെ കേൾക്കും. നിങ്ങൾ ലൈഫിൽ എന്തും ആയിക്കോട്ടെ, എന്ത് ഡിഫിക്കൽട്ടീസ് ആയിക്കോട്ടെ, എന്ത് വണ്ടർഫുൾ മൂമെൻറ്റ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്തെങ്കിലും ഹാർട്ട് ബ്രേക്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും വർക്കിംഗ് റിലേറ്റഡ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ തുറന്ന് സംസാരിച്ചാലും ഇല്ലെങ്കിലും ആ എക്സൈറ്റ്മെൻ്റ് ആയിക്കോട്ടെ, ആ സാഡ്നെസ് ആയിക്കോട്ടെ, ഒരു ഹാപ്പിനെസ് ആയിക്കോട്ടെ, എല്ലാം ഈ ഒരു ഹെൽമെറ്റാണ് എല്ലാം ആ എനർജി മൊത്തം അബ്സോർബ് ചെയ്യണം. സോ അതാണ് മെയിൻലി ഒരു എമോഷണൽ റീസൺ. ഇപ്പോൾ ഞാൻ തന്നെ വണ്ടി വാങ്ങിച്ചിട്ട് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഞാൻ പുറത്ത് കാണിച്ചില്ല. കാരണം എനിക്കപ്പോൾ തന്നെ മനസ്സിലായി, ഞാനിത് മിക്കവാറും എൻ്റെ ഹെൽമെറ്റിലായിരിക്കും ഫുള്ള് എക്സൈറ്റ്മെൻറ്റ് കാണിക്കുക വണ്ടി വാങ്ങിച്ചിട്ട്. വണ്ടി ഹാൻഡ്ലിങ്ങും വണ്ടിയുടെ സ്പീഡ് പോകുമ്പോൾ അത്യാവശ്യം ഒരു പമ്പ് വരുമ്പോൾ വണ്ടിയിൽ അവരുടെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഈ ഹെൽമെറ്റാണ് കേട്ടിരിക്കുന്നത്. സോ അതാണ് ഇമോഷണൽ റീസൺ എന്ന് പറയുന്നത്. നമുക്ക് ഒരു വണ്ടിയിലൊരു മൂവ്മെൻ്റ് ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ സ്പീഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് എൻവയോൺമെൻറ്റ് നമ്മൾ എവിടെ ഓടിക്കണമെന്ന് നമുക്ക് രൂപം ഉണ്ടാവില്ല. ഉള്ളി നമ്മളുടെ മൈൻഡ്, വണ്ടി പോണ സ്ഥലം, നമ്മളുടെ തോട്ട്സ് ഒക്കെ സൈലൻ്റ് ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്നതൊക്കെ ഈ ഹെൽമെറ്റായിരിക്കും അബ്സോർബ് ചെയ്യുക. സോ ട്രീറ്റ് ഹെൽമെറ്റ് റെസ്പെക്റ്റീവ്ലി, ബിക്കോസ് അത് നിങ്ങളുടെ സേഫ്റ്റീനെ പ്രയോറിറ്റി മാത്രമല്ല, നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ ബൈക്കിലുള്ളപ്പോൾ നിങ്ങളുടെ എല്ലാ വക ഇമോഷൻസും അബ്സോർബ് ചെയ്യണ ഒരു ഓബ്ജക്റ്റാണ്. സോ അത് ഇമ്പാക്റ്റ് ചെയ്യും. സംഭവം
അപ്പോൾ ഈ ഹെൽമെറ്റിൽ സ്ക്രാച്ചുകൾ കണ്ടോ? ഈ ഹെൽമെറ്റിൻ്റെ സ്ക്രാച്ചുകൾ ഒക്കെ സേഫ്റ്റി ആയിട്ട് രക്ഷപ്പെടുത്താണ്. അപ്പോൾ ഈ ഹെൽമെറ്റ് എന്തായാലും ഇനി അപ്ഗ്രേഡ് ചെയ്യാറായി. സേഫ്റ്റി പോയിൻ്റ് ഓഫ് വ്യൂ നോക്കിയാലും ഇതിനിപ്പോൾ നമുക്ക് വരുന്ന സർട്ടിഫിക്കേഷൻസ് ഡോട്ടും ISA മാത്രമേ ഉള്ളൂ. അത് പോരാന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഹെൽമെറ്റ് അപ്ഗ്രേഡ് ചെയ്യണം. ഒരു KYTയോ SMKയോ ഏതെങ്കിലും ഒരു നല്ലത് എടുക്കണം. സോ അത് വേറൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഒരു ഹെൽമെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹെൽമെറ്റായിട്ട് തോന്നാറെങ്കിൽ കമൻറ്റ് ചെയ്യും, നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യും. അതിനാണ് കമൻറ്റ് സെക്ഷനുള്ളത്. പിന്നെ ഈ ചാനലിൽ ഇനി മോട്ടോ വ്ളോഗ്സ് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ക്യാമറ എക്യുപ്മെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് ഫോണിലാണ് നമ്മൾ ചെയ്യണം, ബട്ട് അത് അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ ഇനി വരുന്ന കംപ്ലീറ്റ്ലി ഒത്തൻറ്റിക് മല്ലു കോണ്ടൻറ്റ് ഈ ചാനലിലായിരിക്കും. അപ്പാച്ചി 164ഉം ഞാനും എക്സ്പ്ലോറിങ് എല്ലാം മോട്ടോ റിലേറ്റഡ് എല്ലാം കോണ്ടൻറ്റ് ഈ ചാനലിലായിരിക്കും വരിക. സോ ഓൾവേസ് ട്യൂൺ ഇൻ. ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാം, വീഡിയോ കാണാം, എക്സ്പ്രസ് ചെയ്യാം നിങ്ങളുടെ ഫീലിങ്സ്. അതുമാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ എല്ലാ സേഫ്റ്റി പോയിൻറ്റ്സും ഈ ലോജിക്കും ഇമോഷണൽ സൈഡും രണ്ടും നമ്മൾ വണ്ടീനെ കുറച്ചും കൂടി കോൺഫിഡൻ്റ് റൈഡ് ചെയ്യാൻ ഇൻസ്പയർ ചെയ്യും. നമ്മുടെ റൈഡിങ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യും, നമ്മൾ വണ്ടി കുറച്ചും കൂടി കൂടുതൽ എൻജോയ് ചെയ്യും ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കൊരു 1% ഓഫ് ദ ടൈം എപ്പോഴും നിങ്ങൾക്ക് ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓടിക്കാം. പക്ഷേ അണ്ടർ സ്ട്രിക്റ്റ് കണ്ടീഷൻസ്, ലൈക്ക് നിങ്ങൾക്ക് ആ റോഡ് നല്ലോണം അറിയാം, നിങ്ങൾ അധികം ലോങ് ഡിസ്റ്റൻസ് പോകില്ല, നോട്ട് മോർ ദൻ 1 കിലോമീറ്റർ. ഞാനും ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓടിക്കാറുണ്ട്. ബട്ട് അത് ഭയങ്കര മെയിൻ റോഡ്സിലല്ല, ഭയങ്കര വില്ലേജ് റോഡ്സിലാണ്. എനിക്ക് ജസ്റ്റ് ഒരു ആ ഒരു എയർ ഒന്ന് ഫീൽ ചെയ്യാൻ വണ്ടിയിൽ പോകുമ്പോൾ ഒരു 50-60 സ്പീഡിൽ ജസ്റ്റ് ഒരു 100-300 മീറ്റർ 400 മീറ്റർ ഓടിച്ചിട്ട് ആ ഒരു കാറ്റിനെ അങ്ങോട്ട് ഫീൽ ചെയ്യുക, ആ വിൻഡിനെ കുറച്ച് ഉടനെ ഹെൽമെറ്റ് വയ്ക്കും. ഹെൽമെറ്റ് പക്ഷേ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ മാത്രമേ നിങ്ങൾ ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓടിക്കാനും ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അതുപോലും ചെയ്യാണ്ടിരിക്കുന്നതാണെങ്കിൽ ഗുഡ്, ബട്ട് ഇത് എൻ്റെ ചോയ്സാണ്. സോ അതാണ് ഈ വീഡിയോ ഞാൻ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് ഓർക്കുക, നിങ്ങൾ ജസ്റ്റ് ഒരു ഹെൽമെറ്റല്ല ഇടണം. നിങ്ങൾ ലിറ്ററലി നിങ്ങളുടെ ഫീലിങ്സ് കണ്ടെയ്ൻ ചെയ്യുന്നൊരു സേഫ്റ്റി ഓബ്ജക്റ്റും ഒരു സേഫ്റ്റി കംഫർട്ട് സോണിലാണ് നിങ്ങൾ ഹെൽമെറ്റ് ഇടുമ്പോൾ നിങ്ങളുടെ മൈൻഡ് പോകണം നിങ്ങൾ ബൈക്കിലുള്ളപ്പോൾ. സോ അതൊരിക്കലും മറക്കരുത്. ഹെൽമെറ്റ് താഴെ വീഴാണ്ട് നോക്കുക, ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ സ്ക്രാച്ച് വീഴാണ്ട് നോക്കുക. സോ പറ്റുമ്പോൾ എപ്പോഴെങ്കിലും അഫോർഡബിൾ ആകുമ്പോൾ ഒരു ബേസിക് ഹെൽമെറ്റിൽ നിന്ന് അഡ്വാൻസ് ഹെൽമെറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുക. സോ അതെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ അവസാനിക്കുന്നു. റൈഡ് സേഫ്. വിൽ സീ യു നെക്സ്റ്റ് ടൈം.